Hi, good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Good evening. Thank you. Thank you so much. എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സെഷനാണ്. അത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ഉള്ള വ്യക്തിപരമായ വിഷയങ്ങളുടെ കാരണവും അവയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പിരിച്വലായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ അതിനെ എങ്ങനെ കാണാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. നമ്മള് നിങ്ങൾക്കറിയാലോ, നമ്മള് കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഒത്തുചേരുന്നത്. നമ്മൾ ആ രീതിയിൽ വ്യത്യസ്തമായി ചിന്തിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യത്യസ്തമായ ജീവിതം നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. ദി മാസ്റ്റർ കീ സിസ്റ്റം ആ ഒരു സീരീസ് ചാൾസ് ഹാനൽ പറഞ്ഞത് ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ചിലരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടാകും. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും ഒരു ജനറൽ പബ്ലിക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ട് അവര് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ അതിനെ ഫോളോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് വ്യത്യസ്തമായി ചിന്തിക്കുവാനോ വ്യത്യസ്തമായി പ്രവർത്തിക്കുവാനോ അവർ തയ്യാറാകാറില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ നയിച്ചാൽ നമുക്ക് അവരുടെ പിറകെ പോകാം എന്ന് വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മനുഷ്യർ. ആ ഒരു രീതിയിൽ ആണ് സത്യത്തില് ഈ ലോകത്തുള്ള 80%, അതാണ് നമ്മൾ പറഞ്ഞത്, നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണുള്ളത്. അപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വ്യത്യസ്തമായി ചിന്തിക്കുകയും ആ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം മറ്റുള്ളവർ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ പിൻതലമുറകൾ ചിന്തിച്ചതുപോലെ ഒക്കെ മാത്രമേ നമ്മളും ചിന്തിക്കുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആ രീതി മാത്രം ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു രീതിയല്ല. എപ്പോഴും പറയുന്നത് പ്രപഞ്ചം ആഗ്രഹിക്കുന്ന വ്യത്യസ്തതയിലൂടെയുള്ള വികസനമാണ്. അപ്പം വ്യത്യസ്തമായി ചിന്തിക്കുവാൻ തയ്യാറാകുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് സത്യത്തിൽ ഈ ഒരു ആശയമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോ അതാണ് മനസ്സിലാക്കുവാനുള്ളത്. ഇപ്പൊ ഇതിനകത്ത് നമ്മളെ ജീവിതത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനുള്ളത്. കുറച്ചുകൂടി ഈസിയായി. ഇപ്പൊ നമ്മളെ ജീവിതത്തില് ഒരു വിഷയം വരുമ്പോൾ അത് ഈ പറയുന്നത് പോലെയുള്ള പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആ വിഷയങ്ങൾക്കുള്ള പരിഹാരം, ആ വിഷയത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. പൊതുജനങ്ങളെ ഒരു വിഷയം വരുമ്പോൾ എന്താണോ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ നമ്മള് ഇവിടെ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി വേറൊരു ചിന്താ രീതിയിലാണ്, വേറൊരു ഡയമെൻഷനിലാണ് സത്യത്തിൽ നമ്മൾ ഈ ആശയത്തെ മനസ്സിലാക്കുന്നത്. ആ ഒരു ആശയമാണ് ഒരു അകം ലോകവും പുറം ലോകവും എന്നൊരാശയം. അങ്ങനെ ഒരു ആശയത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിരന്തരമായിട്ട് പറഞ്ഞിട്ട് കൂടിയും നിങ്ങൾ അതിനകത്ത് താല്പര്യപൂർവ്വം വരുന്നത്. അതേസമയം നിങ്ങളത് മനസ്സുകൊണ്ട് റിജക്ട് ചെയ്യുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഇത് താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയും നിങ്ങൾ പക്ഷേ ഇവിടെ ഒത്തുചേരുന്നതിൽ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്തത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്താണ്, നമുക്കൊരു അകം ലോകവും ഒരു പുറം ലോകവും ഉണ്ട് എന്നുള്ളത്. ഒരേ സമയം നമ്മൾ രണ്ട് ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ആശയം. അപ്പോ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളും സത്യത്തില് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറം ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തത്തുല്യമായ ഒരു ഒറിജിനൽ നമ്മുടെ അകം ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള പൊതുജനാഭിപ്രായ പ്രകാരമുള്ള പ്രശ്ന പരിഹാരങ്ങൾക്ക് പകരം നമുക്ക്
വേറൊരു ഡയമെൻഷനിൽ ചിന്തിച്ചുകൊണ്ട്, വേറൊരു ചിന്താരീതി എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഈസി ആയിട്ട് പരിഹരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഈസി ആയിട്ട് പരിഹരിക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുവാൻ നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് ഏതാനും ചില പോയിന്റ് കൊണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഓരോരുത്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, സാധാരണ ഉണ്ടാകാറുണ്ട്. അപ്പോ ആ പ്രശ്നങ്ങളുടെ മൂലകാരണം, റൂട്ട് കോസ് എന്ന് പറയും, മൂലകാരണം യഥാർത്ഥത്തിൽ അവരവരുടെ അകം ലോകത്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ പോയിന്റ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ആശയം നമുക്ക് അടിയുറച്ച് ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉള്ള ജനറൽ പബ്ലിക്കുമായിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ട് ആ ചിന്താരീതി പിന്തുടരുവാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയത്തിന് ഒരു ഒറിജിനൽ നമ്മുടെ ഉള്ളിലുണ്ട്. അത് അതിന് നമ്മുടെ ഉള്ളെന്ന് പറഞ്ഞാല് നമ്മുടെ കോൺഷ്യസ്നെസ് എന്നാണ് അതിന് പറയുന്നത്. ഈ അകം ലോകത്തിനെ എപ്പോഴും കോൺഷ്യസ്നെസ് എന്നാണ് വിളിക്കുന്നത്. അകം ലോകം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, ജീവിതം എന്ന് പറഞ്ഞാൽ പുറം ലോകം. അപ്പൊ കോൺഷ്യസ്നെസ് ലൈഫ്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. കോൺഷ്യസ്നെസ് ലൈഫ്, അകം ലോകം പുറം ലോകം. ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനകത്താണ് അതിന്റെ മൂലകാരണമുള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിലുള്ള പല വിഷയങ്ങൾക്ക് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൈപ്പ് ചെയ്യാമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട്? ഞാൻ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് പോയിക്കോ. നമ്മളിപ്പോ ഞാൻ എപ്പോഴും ഒരു കണ്ണാടി വെച്ച് ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു മിറർ വെച്ചിട്ട്, ഒരു മിററിൽ നമ്മൾ ഒരു കാര്യം കാണണമെന്നുണ്ടെങ്കിൽ തത്തുല്യമായ ഒരു ഒറിജിനൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ടാകണം, ഇല്ലേ? നമ്മുടെ കയ്യിലൊരു മിറർ ഉണ്ട്. ആ മിററിൽ ഒരു സാധനം, ഒരു പ്രതിഫലനം കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ അതിന് നേരെ ഉണ്ടാകണം. അതിന്റെ അർത്ഥം പ്രതിഫലനമാണ് മിററിലുള്ളത്, ഒറിജിനൽ നമ്മുടെ കയ്യിലാണുള്ളത് എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഈ രീതിയിലാണ് നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കുക. ജീവിതം എന്നാൽ നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അകം ലോകത്തിന്റെ പ്രതിഫലനം, അതിന്റെ പ്രതിഫലനം എന്ന വാക്കിന് ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രതിഫലനം എന്ന വാക്കിന്റെ അർത്ഥം അതായത് ഒരു ഇമേജ്, പ്രതിബിംബം എന്നാണ്. അതായത് മിററിൽ കാണുന്ന ഒരു ഇമേജ്, പ്രതിബിംബം. അപ്പൊ പ്രതിബിംബമല്ല ഒറിജിനൽ, ഒറിജിനല് അതിന് ഓപ്പോസിറ്റ് ഉള്ളതാണ്. അതിനർത്ഥം അത് നമ്മുടെ ഉള്ളിലാണ്, അകം ലോകത്താണ് അതിന്റെ ഒറിജിനൽ ഉള്ളത്. അപ്പം ജനറൽ പബ്ലിക് ചെയ്യുന്നത് ഈ പ്രതിഫലനത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തൂ എന്നുള്ള രീതിയാണ് മഹാഭൂരിപക്ഷം ഈ ലോകത്തുള്ള ജനങ്ങളും ഫോളോ ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ വിചാരിക്കുന്ന ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രങ്ങൾ വരെ, അതിന്റെ രാഷ്ട്ര നേതാക്കന്മാരും എല്ലാം, അവരാരും ഈ ഒരു രീതിയല്ല പിന്തുടരുന്നത്. അതുകൊണ്ടാണ് അവർ യുദ്ധങ്ങൾ പോകുന്നത്. ഒരു ഫോഴ്സ് ചെലുത്തി ആ പ്രതിബിംബത്തിലെ ഇമേജിനെ മാറ്റുവാൻ ശ്രമിക്കുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് പ്രശ്നം വരുമ്പോൾ. അവിടെയാണ് സത്യത്തിൽ അത് നമ്മൾ കരുതും രാഷ്ട്രവും നേതാക്കന്മാരും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ അവർക്കൊക്കെ ഈ ആശയം അറിയാമെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ല. ഒരു ഉയർന്ന വിദ്യാഭ്യാസമോ പവറോ അറിവോ ഒരിക്കലും ഈ ബോധതലം ഉയർത്തുന്നില്ല. ബോധം ഉയരില്ല. അതുകൊണ്ട് ബോധതലം ഉയർന്നാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ.
ആ ഒരു ബോധതലം ഉയർത്തുവാനും ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന ഒരു കാര്യം ആണ് പ്രതിഫലനം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യത്തിൽ പ്രതിഫലനമാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പ്രതിഫലനമാണ്, ഒരു മിഥ്യയാണ്. ജീവിതം ഒരു മിഥ്യയാണെന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം അതാണ്, ഒരു മിഥ്യയാണ്. അപ്പൊ അതിന്റെ ഒറിജിനല് ഉള്ളത് ഓരോ മനുഷ്യരുടെയും കോൺഷ്യസ്നെസ്സിലാണ്, അവരുടെ അകം ലോകത്താണ്. ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പുറം ലോകത്ത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഈ പ്രതിഫലനമായ മായയായ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. കാരണം ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ എന്താണ് മാർഗം? ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മൂല കാരണം കോൺഷ്യസ്നെസ്സിലാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് വീണ്ടും അത് ആവർത്തിക്കുകയാണ്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഉത്തരവാദിത്വം എന്നുള്ള പേര് നമ്മൾ പലപ്പോഴും ഒരു ഭാരമേറിയ ഒരു പേരായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ ചുമതല എന്നുള്ള വാക്ക് മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത് കഷ്ടപ്പെടുന്ന ആളുകൾ എന്നൊക്കെയുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഉത്തരവാദിത്വം എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. പക്ഷെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ നമ്മൾ ഭാരം എടുത്തു വെക്കുകയല്ല, നമ്മൾ സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്, ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ്. സത്യത്തില് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പവറാണ്. നമുക്ക് ഏറ്റെടുക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം. എൻ്റെ ലൈഫിൽ ഒരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അതിനകത്തൊരു പ്രശ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനുള്ള കടിഞ്ഞാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കുക. അതേസമയം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണ്, അവരാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും നമ്മൾ ഒളിച്ചോടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു പ്രശ്നങ്ങളുടെ അടിമയാവുകയാണ്. ജീവിതത്തിൽ നമ്മൾ താഴേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പവറിനെ നമ്മൾ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ ആ രീതിയിൽ വേണം നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ. ഞാനൊരു ബൾബിന്റെ ഉദാഹരണമൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, മുമ്പ് ഞാൻ ഈ ഒരു സെഷൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ഒരു മനോഹരമായ ഒരു ഉദാഹരണമാണ്. കാരണം എന്ന് പറഞ്ഞാല് ഒരു ബൾബ് നമ്മള് കയ്യിൽ ഒരു പുതിയ ബൾബ് എടുത്ത് വെക്കുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് അതിലെ ഒരു ബൾബ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബ് ഒരു റൂമിൽ നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ ആ ബൾബിന്റെ പ്രകാശത്തിന്റെ ഒറിജിനൽ, അതിന്റെ ഒറിജിൻ എവിടെയാണ്? അതിന്റെ ഒറിജിൻ ബൾബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫിലമെന്റിൽ നിന്നാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആത്മാവിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രകാശങ്ങളും രൂപം കൊള്ളുന്നത്. ഇവിടെ ഈ ബൾബിന്റെ കവറ് ഉണ്ടല്ലോ, ആ ബൾബിന്റെ ഒരു വശം, ആ ഒരു വശം സത്യത്തില് അതാണ് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ ഉപമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബൾബിന് ചുറ്റും കുറച്ച് പാടുകൾ ഉണ്ടെങ്കിൽ, കുറച്ച് കറുത്ത പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ റൂമിൽ വീഴുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കും? മങ്ങൽ സംഭവിക്കും, മങ്ങലുണ്ടാകും, ഇല്ലേ? അതായത് ഒരു ബൾബിന് ചുറ്റും
കുറച്ച് കറുത്ത പാടുകളോ മഷിയോ കറയോ നമ്മൾ പരട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് ആ ബൾബ് നമ്മൾ ഫോൾഡറിലിട്ട് കത്തിക്കുമ്പോൾ ആ ബൾബിന്റെ ഒറിജിനൽ പ്രകാശം അകത്ത് ഉണ്ട് എങ്കിൽ കൂടിയും അത് റൂമിൽ പ്രകാശിക്കുമ്പോൾ ആ പൂർണ്ണമായ പ്രകാശം വരാത്ത വിധം അത് മങ്ങുന്നു. എന്തുകൊണ്ടാണ്? അതിന് ചുറ്റും കറുത്ത പാടുകൾ ഉള്ളത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം റൂമിൽ വീഴുന്ന കറുത്ത പാടുകൾ, റൂമിൽ വീഴുന്ന നിഴലുകൾ, ഈ മങ്ങൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ കറുത്ത പാടിന്റെ നിഴലുകളാണ്. അതിന്റെ അർത്ഥം ബൾബ് ഒറിജിനലാണ്. ഒറിജിനൽ ബൾബിനകത്ത് പൂർണ്ണമായ പ്രകാശം വരുന്നുണ്ട്. അതേസമയം അത് പ്രകാശം പൂർണ്ണമായും തരുന്നുണ്ട്. പക്ഷെ റൂമിൽ വരുമ്പോൾ ആ പ്രകാശം വരുമ്പോൾ മങ്ങിപ്പോകുന്നു ആ റൂം. കാരണം എന്താണ്? ആ മങ്ങൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ മങ്ങലിന് പിന്നില് എന്താണുള്ളത്? കൃത്യമായ ആ ഒരു ബൾബിന്റെ ഔട്ടറിലുള്ള കറുത്ത പാടുകളുടെ ഫലമായാണ് ആ ഒരു മങ്ങല് റൂമിൽ വരുന്നത്. ആ നിഴലുകളാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തില് സത്യത്തിൽ നിലവിൽ നമ്മൾ ഓരോരുത്തരും ആരെങ്കിലും ഒരു ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ സത്യത്തില് സ്വന്തം ഉള്ളിലെ കോൺഷ്യസ്നെസ്സിനകത്തുള്ള പാടുകളുടെ റിഫ്ലക്ഷൻ കൂടിയാണ്. ആ രീതിയിലും കൂടി നമുക്കിത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം സ്വന്തം കോൺഷ്യസ്നെസ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്വന്തം ആ ബൾബിന്റെ പ്രതലത്തിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിലുള്ള മങ്ങൽ മാറും. അതായത് ആ നിഴലുകൾ മാറും. ആ ബൾബിന്റെ പ്രകാശം നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ലൈഫിൽ വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഉത്തരവാദിത്തം, അതായത് മൂലകാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അത് സ്വയം ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പല വിഷയങ്ങളും ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയും. ജീവിതത്തിലുള്ള പല ഉറവുകളും നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. നിങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ഈ പോയിന്റ് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് ബൾബിലെ പ്രകാശം, അതായത് ഈ രീതിയിൽ വേണം നമ്മൾ ലൈഫിനെ മനസ്സിലാക്കിയെടുക്കുവാൻ. അല്ലാത്ത പക്ഷം നമ്മൾ കാണുന്നത് ഇപ്പൊ റൂമിനകത്ത് ബൾബിന് പ്രകാശം കുറവായിട്ട് കാണുമ്പോൾ, റൂമിൽ കുറെ മങ്ങിയ പ്രകാശം കാണുമ്പോൾ നമ്മൾ ആ ബൾബിനെ പഴിക്കും. ബൾബിന്റെ അകത്ത് അതിന്റെ വോൾട്ടിന് അല്ലെങ്കിൽ കുറവുള്ളത് കൊണ്ടാണ് പ്രകാശം കുറയുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെ പഴിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ബൾബിന്റെ പ്രതലം ക്ലീൻ ചെയ്ത് കൊടുത്താൽ അതിന്റെ ഒറിജിനൽ പ്രകാശം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ നമ്മുടെ ലൈഫിൽ നിങ്ങൾ പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ അത് യാഥാർത്ഥ്യമല്ല. അത് ഉള്ളിലെ നമ്മുടെ അകം ലോകത്തെ മറച്ചു പിടിക്കുമാറ് എന്തൊക്കെയോ ചില പാറ്റേൺസിന്റെ പ്രതിഫലനമാണ്. എന്തൊക്കെയോ ചില നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസ് നമ്മുടെ ഉള്ളിലെ ഒറിജിനൽ പ്രകാശത്തെ തടയുമാറ്, അതിന്റെ ഒറിജിനൽ പ്രകാശത്തിന്റെ പൂർണ്ണതയെ തടയുമാറ് ഉള്ളിലുള്ളത് കൊണ്ടാണ് അതിന്റെ പ്രതിഫലനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിഴലുകളാണ് നിങ്ങൾക്ക് ലൈഫിൽ പ്രശ്നങ്ങളായിട്ടും കുറവുകളുമായിട്ടും ഫീൽ ചെയ്യുന്നത്. ഇതിനെ സ്വയം ഉള്ളുകൊണ്ട് ഹീല് ചെയ്യാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്നും നമ്മൾ ലൈഫിൽ കാണില്ല. അപ്പൊ നമ്മൾ എല്ലാ കാലവും നിഴലുകളുമായിട്ട് ജീവിക്കേണ്ടി വരും. ഈ രീതിയിൽ വേണം നമ്മൾ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കിയെടുക്കുക, നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ അതാണ് പറഞ്ഞത്,
നമുക്ക് ഈ ഒരു നമ്മളെ ലൈഫിനെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് വേറെ ഡയമെൻഷനിലൂടെ നോക്കി മനസ്സിലാക്കി പോയേ പറ്റും. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ നിഴലിനെ മാറ്റാൻ നമ്മൾ റൂം പിന്നെ വോൾട്ടേജ് കൂട്ടാൻ ശ്രമിച്ചിട്ട് ഒന്നും കാര്യമില്ല. ബൾബിനകത്ത് ആ പാടുകളോ കറുപ്പ് പാടുകളോ ഉള്ളിടത്തോളം കാലം ബൾബിന്റെ മങ്ങിയ പ്രകാശമായിരിക്കും ജീവിതത്തിൽ കിട്ടുന്നത്. ബൾബ് എന്നാൽ ഒറിജിനലായിട്ട് ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ നമ്മളെന്ന് പറയുന്ന ഓരോ വ്യക്തിയും, നമ്മുടെ ഓരോ വ്യക്തിയുടെയും ആത്മാവ് എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ടും പ്രകാശിച്ച് ഒരു തരത്തിലുമുള്ള കുറവുകളുമില്ലാതെ പൂർണ്ണമായ സന്തോഷവും പൂർണ്ണമായ സമൃദ്ധിയോടും കൂടി ജീവിക്കാനുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഒരു തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ലൈഫിന് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഹോൾ ആൻഡ് പെർഫെക്റ്റ് ആണ് മനസ്സിലാക്കാനുള്ളത്. ഓരോ മനുഷ്യരും ഹോൾ ആൻഡ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഉള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എങ്ങനെയോ പറ്റിപ്പോയ പാടുകൾ, അതാണ് കാരണം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. എന്റെ ജീവിതത്തിൽ ഈ കാണുന്ന നിഴലുകളായ പ്രശ്നങ്ങൾ കാരണം എന്റെ ഉള്ളിലെ ബൾബിൽ പുറത്തും കറുത്ത പാടുകൾ പറ്റിയിരിക്കുന്നത് കൊണ്ട് എന്റെ പ്രകാശം പൂർണ്ണമായിട്ട് കാണാത്തത് കൊണ്ട് എന്റെ ലൈഫിൽ മുഴുവനും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ കാണുന്നു. ചിലർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നു, ചിലർക്ക് തീരെ പ്രശ്നങ്ങൾ കുറഞ്ഞ ആളുകൾ സുഖമായിട്ട് ജീവിക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യനെ ദൈവം ഇങ്ങനെ വ്യത്യസ്തമായി സൃഷ്ടിക്കുന്നു എന്നൊക്കെ, അവർക്ക് വ്യത്യസ്തമായ ജീവിതം കൊടുക്കുന്നു എന്നൊക്കെ പരാതി പറയുമ്പോൾ എല്ലാവരെയും തുല്യരായി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തുല്യ പ്രകാശം ഉള്ളിൽ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും ജനിക്കുന്നത്. പക്ഷെ അവരുടെ അകം ലോകത്ത് അത് എങ്ങനെയൊക്കെയോ പറ്റിപ്പോയ ചില കറകൾ, അത് അവരുടെ ജീവിതത്തിൽ അത് മാറ്റാത്തിടത്തോളം കാലം അവരുടെ ജീവിതത്തിൽ ഇതിങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള കാര്യം ആ രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഞാനിത് ഇനിയും പറയും. കാരണം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി എടുത്തേ പറ്റും. വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ ഒരു മനുഷ്യൻ എന്നുള്ള രീതി. അല്ലാത്ത പക്ഷം നമ്മൾ എത്ര വളർന്നു വലുതായാലും നമ്മൾ ഇനി എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടി, എത്ര ഉന്നതമായ വിദ്യാഭ്യാസം ഒന്നല്ല, ബോധമാണ് മനുഷ്യനെ വികസിപ്പിക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ റീസെന്റ് ആയിട്ടല്ലേ നമുക്ക് കുറെ ഡിഗ്രിയും മറ്റു കാര്യങ്ങളും ഒക്കെ. വിദ്യാഭ്യാസം വേണമെന്നല്ല എന്റെ അർത്ഥം. അതിന്റെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് ബോധം ഉണ്ടാകണമെന്നില്ല. അറിവും ബോധവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവ് കിട്ടിയത് കൊണ്ട് നിങ്ങളിപ്പോ ഞാനതാണ് പറഞ്ഞത്, ഈ ക്ലാസ്സിലിരുന്ന് നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചെടുത്തത് കൊണ്ടും നിങ്ങൾക്ക് അറിവ് ലഭിക്കും. പക്ഷെ അത് നിങ്ങളുടെ ബോധത്തെ ഉയർത്തണമെന്നില്ല. ബോധത്തെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പാടുകളെ നമ്മൾ ഹീൽ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ മുകളിലേക്ക് വരാൻ നമുക്ക് കഴിയണം. ആ രീതിയിലേക്ക് നമുക്ക് എത്തണം. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കണം. അതാണ് പറഞ്ഞ അറിവും ബോധവും വ്യത്യാസമുണ്ട്. കൃത്യമായി നമ്മൾ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതും അതിന്റെ ബേസിലാണ്. നിങ്ങൾ അത് ചെയ്യൂ, നിങ്ങൾക്ക് ചിന്താരീതി മാറ്റൂ, നിങ്ങളുടെ പ്രപഞ്ച നിയമങ്ങളെ നിങ്ങൾ പഠിക്കൂ, പ്രപഞ്ച നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യൂ, ജീവിതത്തിൽ കൃത്യമായി അത് പാലിച്ച് മുന്നോട്ട് പോകും. അപ്പാണ് ബോധം ഉയരുന്നത്. താങ്ക് യു. അപ്പം സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മനുഷ്യരുടെ ജീവിതത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഡയമെൻഷനിലൂടെ ഒരു പരിഹാരം കാണുവാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കി കാണുവാനോ നമുക്ക് കഴിയണം സാധാരണ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ റിലേഷൻഷിപ്പിനെയും നോക്കിക്കാണാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആളുകൾ, അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാകാം, വിവാഹ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളാകാം, നമ്മുടെ ജോലി സ്ഥലത്തെ വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിലെ പാർട്ട്നേഴ്സുമായുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ക്ലയൻസുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം ബന്ധങ്ങളാണ്, നമ്മുടെ റിലേഷൻഷിപ്പാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ എന്താണ്? നോർമലി ജീവിതത്തിൽ ഒന്നുണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിററാണ്. ആരുടെ മിറർ?
നമ്മുടെ തന്നെ മിറർ ബാക്കാണ്. അതായത് നമ്മുടെ തന്നെ സ്വന്തം നമ്മുടെ അകം ലോകം എങ്ങനെയോ അതുപോലെ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. അതാണ് പറഞ്ഞത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന്. ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളുകളോട് മാത്രം അവരെ മാത്രം ഫോക്കസ് ചെയ്യും, അവരെ മാത്രം ബ്ലെയിം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇത് എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്റെ ഒരു മിറർ ബാക്കാണ്. അതായത് എന്റെ ഉള്ളിന്റെ ഒരു മിറർ ബാക്കായിട്ടാണ് ഈ ആളുകൾ ഇങ്ങനെ എന്നോട് കാണിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. കാരണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിയും. ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ റിലേഷൻഷിപ്പിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലോ നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി നമ്മുടെ ഉള്ളിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് വരുന്നത്. ആ രീതിയിൽ വേണം അത് മിറർ ബാക്ക് എന്ന് മനസ്സിലാക്കുവാൻ. രണ്ടാമത്തെ പോയിന്റ്, ഈ റിലേഷനുമായിട്ടപ്പെട്ട അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സെൽഫ് എസ്റ്റീമിന് തുല്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും മറ്റുള്ളവരുമായി നമുക്ക് ഉണ്ടാവുക. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മോട് മറ്റ് വ്യക്തികൾ മോശമായി പെരുമാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ മോശക്കാരായത് കൊണ്ടല്ല, നമ്മളും മോശക്കാരായത് കൊണ്ടല്ല. നമ്മുടെ ഉള്ളിലെ നമ്മളെക്കുറിച്ചുള്ള സെൽഫ് എസ്റ്റീം നമ്മളെക്കുറിച്ചുള്ള ഒരു റെസ്പെക്ട്, ബഹുമാനം, അത് മാത്രമല്ല വാല്യൂ, ഇമേജ്, സെൽഫ് ഇമേജ്, കഴിഞ്ഞ ഒരു ക്ലാസ്സുകൾ നമ്മൾ സംസാരിച്ചത് സെൽഫ് ഇമേജ്, ഇവ എല്ലാം തന്നെ ഇടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സെൽഫ് എസ്റ്റീമിന് തുല്യമായി മാത്രമേ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുകയുള്ളൂ. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സത്യത്തിൽ അവർ നമ്മളോട് നിരന്തരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളില് അതിന്റെ കുറവ് നമുക്ക് സെൽഫ് എസ്റ്റീം താഴ്ന്നിരിക്കുന്നത് കൊണ്ടാണത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും സെൽഫ് എസ്റ്റീമും സെൽഫ് വാല്യൂവും നമ്മൾ നിരന്തരമായി ഉയർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ, ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്നുള്ള നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയരുകയും, അതാണ് സെൽഫ് ലവിന്റെയൊക്കെ പ്രാധാന്യം, നമ്മുടെ വൈബ് ഉയരുകയും സ്വാഭാവികമായിട്ടും ആ വൈബിന് അനുസരിച്ച് മാത്രമേ ആ വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. ആ വൈബിന് മാച്ചാകാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തികൾ നമ്മുടെ വൈബിനനുസരിച്ച് ഉയരും, അല്ലാത്ത പക്ഷം ആ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. അതാണ് മനസ്സിലാക്കുവാനുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മളോട് മോശപ്പെട്ടതായിട്ട് പെരുമാറുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ വൈബിനനുസരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾ അങ്ങനെ ഭയക്കണ്ട, അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഭയക്കണ്ട. പലർക്കും അങ്ങനെ ഒരു ഭയമുണ്ട്. നമ്മുടെ വൈബിനനുസരിച്ച് നമ്മളെ വൈബ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മളോട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ മാറുക എന്നൊക്കെ അങ്ങനെ ഭയക്കുന്നവർ. അങ്ങനെ ഭയക്കണ്ട. നമ്മുടെ ഇന്റൻഷൻ നമ്മുടെ ഉപബോധ മനസ്സിന് അറിയാൻ കഴിയും. ആ ഒരു ഇന്റൻഷൻ അനുസരിച്ച് അവരെ നമ്മളോട് മാന്യമായി നല്ല രീതിയിൽ പെരുമാറ്റുന്നവരാക്കി നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്തു വരും. അതാണ് ഈ സെൽഫ് ലവിന്റെയൊക്കെ പ്രാധാന്യം. സെൽഫ് ലവ് എന്നൊക്കെയുള്ള വാക്കുകൾ, സെൽഫ് എസ്റ്റീം, ആ വാക്കുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുകയും അത് എന്താണെന്ന് പഠിക്കുകയും അത് കൂടുതൽ ജീവിതത്തിൽ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും വേണം. അത് നമ്മൾ സെൽഫ് ലവ് എന്ന് ഇപ്പോഴും സെൽഫിഷ്നെസ് ആണെന്ന് കരുതുന്നവരുണ്ട്. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കൂടിയും സെൽഫിഷ്നെസ് അല്ല.
നമുക്കൊരു പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ ഉള്ളിനെ കൂടുതൽ, നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു ശക്തി ഉള്ളിൽ പേർന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. നമ്മുടെ ഉള്ളിൽ വളരെ കെയർ കൊടുത്ത് നമ്മളെയും കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കേണ്ടതുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഒരു ജീവിതം തിരിച്ചറിഞ്ഞ ഒരു ഉള്ളിനെ സെറ്റ് ചെയ്തെടുക്കുന്നതിനാണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, അതെല്ലാം അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്വയം ബഹുമാനിക്കുകയും സ്വയം സ്നേഹിക്കുകയും സ്വയം വില കൊടുക്കുകയും ഒക്കെ ചെയ്യും. താങ്ക് യു. അതാണ് മനസ്സിലാക്കാനുള്ളത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് വ്യക്തികൾ പലരും എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ പെരുമാറുന്നു എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവരാണ്, നമ്മുടെ അടുത്ത ആളുകൾ തന്നെ ആകാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ അവരൊന്നും മാറാനും കഴിയുന്നില്ല. പക്ഷേ അവർ നമ്മോട് വല്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ട് പെരുമാറുന്നു. അത് സഹിക്കാൻ കഴിയാത്ത രീതിയിലാകുന്നു. അതിനെന്ത് ആണ് ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിനൊരു വേറൊരു ഡയമെൻഷനിലൂടെ കാണണം. ഒരു വ്യക്തി മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിലെ മുറിവുകളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അവരുടെ ഉള്ളിലെ, അത് വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, മറ്റുള്ളവരുടെ ഒരാൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച്, ഈ നാട്ടുകാർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, നമ്മളിപ്പോ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പേടിക്കുന്ന, നാട്ടുകാരെ പേടിക്കുമെന്ന് പറയില്ലേ, അവര് നമ്മൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതോ നമ്മളെ വളരെ പേഴ്സണലായിട്ടുള്ള നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതോ ഒക്കെ കാര്യങ്ങളായിരിക്കും ചില ആളുകള് നമ്മളെ കാണുമ്പോൾ എടുത്തു ചോദിച്ചുകൊണ്ട് ആ വിശേഷം തിരക്കുന്നത്. നമ്മൾ അവരെയാണ് സത്യത്തിൽ പേടിച്ചിട്ട് നമ്മൾ പല തീരുമാനങ്ങളും എല്ലാം മാറ്റിവെക്കുന്നത്. നമ്മളെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ഉയർന്ന തലത്തിലേക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് നാട്ടുകാർ എന്ത് വിചാരിക്കും, നാട്ടുകാർ ഇങ്ങനെ ചോദിക്കില്ലേ, നാട്ടുകാർ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കില്ലേ എന്നൊക്കെയുള്ള ഭയത്തിന്റെ ബേസിലാണ്. സത്യത്തിൽ ഈ നാട്ടുകാർ നമ്മുടെ ഏതെങ്കിലും കുറവുകളെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ നമ്മളോട് വിശേഷങ്ങൾ തിരക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഉള്ളിലെ മുറിവിനെ അടക്കാൻ വേണ്ടി, ആ വേദനയെ അടക്കാൻ വേണ്ടി, അവരറിയാത്തൊരു വേദന അവർ ഫീൽ ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവരിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. പ്രൊജക്ഷൻ എന്നാണ് അവർ പറയുന്നത്. മറ്റുള്ളവരിൽ അവര് ആ ചോദ്യം ചോദിച്ചാൽ അവരെ വേദനിപ്പിക്കുമ്പോൾ, അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകാറുണ്ട്, നമുക്കൊരു അസ്വസ്ഥത ഉണ്ട്, നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. അത് കാണുമ്പോൾ അവരുടെ ഉള്ളിനകത്ത് ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അതിന് ചെറിയൊരു ആശ്വാസം കിട്ടും. ആ മുറിവിന്റെ ബേസിൽ സബ് കോൺഷ്യസിലുള്ള ഒരുപാട് മുറിവുകളുള്ള ആളുകളാണ് അങ്ങനെയുള്ളവര്. അപ്പം അവര് ആ ഒരു മുറിവിനെ ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് അവരെ സത്യത്തിൽ അങ്ങനെ ചോദിക്കുന്നത്. അവരെ പേടിച്ച് ഓടുന്നത് സത്യത്തില് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റാണ്. അപ്പം അത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളോട് കുത്തിച്ചോദിക്കും എന്ന് പറയും. കുത്തിച്ചോദിച്ചുകൊണ്ട് നമുക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യം, നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്തതോ ആയ കാര്യങ്ങളാണല്ലോ സാധാരണ ആ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ, പബ്ലിക്കായിട്ട് കളിയാക്കുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാക്കാനുള്ളത്, അവരുടെ ഉള്ളിലാണ് ആ വേദന ഉള്ളത്. അവരുടെ ഉള്ളിലെ വേദനയെ മറ്റുള്ളവരുടെ മേൽ പ്രൊജക്ഷൻ എന്ന് പറയും, ചാർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഏതെങ്കിലും കുറവിലേക്ക്, മറ്റുള്ളവരുടെ ഒരു കുറവിനെ കുത്തിക്കൊണ്ട് സ്വന്തം ഉള്ളിലെ വേദനയാണ് അവരടക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം ഉള്ളിലെ ഒരു കുറവിനെയാണ് അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതായത് മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അതിനെയാണ് ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആരെങ്കിലും, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാല്,
അങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയോ മറ്റൊരാള് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയോ കളിയാക്കുകയോ കുത്തി നോവിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സഹതാപമാണ് ഉണ്ടാകേണ്ടത്. സഹതാപത്തോടു കൂടി നമ്മളെ ഉള്ളിൽ കാണാൻ തക്ക വിധം നമ്മൾ ഉയരണം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് തന്നെ പോകണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മനസ്സിന് ശാന്തതയും സമാധാനവും സുഖവും നല്ല പീസായിട്ട് ജീവിക്കുന്ന ആളുകൾ ഹൈ വൈബിലാണ്. അങ്ങനെ ഹൈ വൈബിലുള്ള ആളുകൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ വേദനയെ കുത്തി നോവിക്കില്ല. മറ്റൊരാളുടെ കുറവിനെ കുത്തി നോവിച്ചുകൊണ്ട് അതിനെ എടുത്ത് പുറത്തിടാൻ നോക്കില്ല അവരുടെ മനസ്സിൽ. എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കില്ല. ആരെങ്കിലും അങ്ങനെ കണ്ടാസ്വദിക്കും, നിങ്ങൾ അവരോട് സഹതാപത്തോടു കൂടി പെരുമാറണം. അതാണ് നമ്മൾ ഡയമെൻഷൻ മാറ്റി ചിന്തിക്കണമെന്ന് പറയുന്നത് ജീവിതത്തിൽ. ഈ ഒരു അറിവിലേക്ക് നിങ്ങൾ എത്തണം. ഓരോരുത്തരും ഈ സബ്ജക്ട് നിങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ ലൈഫിനെ നമുക്ക് ആ ഡയമെൻഷനിൽ നോക്കി കണ്ടുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓടി ഒളിച്ച് എവിടെ ചെന്നാലും ഇതുപോലുള്ള ആളുകൾ കാണാം. അവിടെ നിന്നെല്ലാം നമുക്ക് എവിടം വരെ ഓടാൻ കഴിയും? നാട്ടുകാരെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഓടി ഒളിച്ചാൽ വേറെ അവിടെ ചെന്നാൽ നമുക്ക് കാണും. നമ്മളിതിനെ ഫേസ് ചെയ്തേ പറ്റൂ. ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യാം? അവരെ രീതിയിലല്ല, അവരോട് നമ്മൾ സഹതാപത്തോട് പെരുമാറണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം, നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പോസിറ്റീവായ ഒരു മറുപടി നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് അസ്വസ്ഥപ്പെട്ടു പറഞ്ഞാൽ അവരതല്ല ആഗ്രഹിക്കും. നമ്മൾ വേദനിക്കൊരു മറുപടി സഹതാപത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി അതിനൊരു മറുപടി കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടാൽ മാത്രമേ അങ്ങനെ ചോദിക്കുന്നവരുടെ ഉള്ളത്തിന് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അതാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസിന്റെ ആ ഒരു ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റാണ്. ഈ ഒരു ഗിൽറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റിലൊക്കെ ഉള്ള ഒരു താഴത്തെ ലെവലിലുള്ള ആളുകള് ആണ്. ഗിൽറ്റ്, ഉള്ളിലുള്ള കുറ്റബോധം കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ മറ്റുള്ളവരുടെ മേലെ അത് പ്രൊജക്റ്റ് ചെയ്യും, പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യും, കളിയാക്കും, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ട് ആളുകളെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. ഒരു പരിചയമില്ലാത്ത ആളുകളെയും അപഹസിക്കുന്ന കമന്റുകൾ ഇട്ട് നോവിക്കാൻ ശ്രമിക്കും. പക്ഷെ അവര് നോവിക്കാൻ ശ്രമിക്കുമെങ്കിൽ ഈ പറയുന്ന ആളുകളൊന്നും അത് കാണണമെന്നില്ല. ഏതെങ്കിലും സെലിബ്രിറ്റീസിന്റെയൊക്കെ കമന്റ് സെഷനിൽ പോയി കിടന്നിട്ട് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യുന്നതാണ് ചില ആളുകൾ. അപാര ഭയങ്കരമായ അസഭ്യ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ സെലിബ്രിറ്റീസ് എല്ലാം എടുത്ത് നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ പെയിനെ അവര് അതിലൂടെ അടക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഓടി വരുന്നത്. എന്തെങ്കിലും ചെറിയൊരു വിഷയം വരുമ്പോൾ സെലിബ്രിറ്റീസ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അവരെ അപഹസിക്കാനൊക്കെ കൂടുന്നില്ല ആളുകൾ ഓടി വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുറ്റവാളികളുടെ കൊണ്ടുവരുമ്പോൾ കുറ്റവാളികളെയൊക്കെ പിന്നെ ഈ തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോഴും ആളുകൾ ഓടി വന്ന് അവരെ അസഭ്യം പറയുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. എവിടെ നിന്നെങ്കിലുമൊക്കെ ബസ് കയറിയും വണ്ടി ഓടിച്ചൊക്കെ വന്നിട്ട് കുറ്റപ്പെടുത്തും. അതും ഈ ഒരു പ്രൊജക്ഷന്റെ ഭാഗമാണ്. ഉള്ളിലുള്ള കുറ്റബോധത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉള്ളിനകത്തുള്ള മുറിവുകളുടെ പ്രൊജക്ഷന്റെ ഭാഗമാണ്. അപ്പൊ അതിന്റെയൊക്കെ ചെറിയ ചെറിയ വെർഷനാണ് ചുറ്റുമുള്ള ആളുകൾ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ എത്രയും വേഗം അവരുടെ ആ മുറിവ് ഉണക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്തസ്സായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വേദനിക്കുന്ന ആളുകളുടെ കുത്തുവാക്കുകൾ കേട്ടിട്ട് നമ്മൾ ചൂടി ഈ ഒതുങ്ങി ദിവസങ്ങളോളം അതിന്റെ ടെൻഷനും കൊണ്ട് നടക്കും. ഒരാളൊരു കുത്തുവാക്ക് പറയുമ്പോൾ അതിന്റെ വേദനയും പേര് എത്ര നാളുകളാണ് നടക്കുന്നത്. നമ്മളെ ക്രിയേറ്റിവിറ്റി, നമ്മളെ ശക്തി എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ തളർന്ന് ജീവിക്കില്ല. ഇനി അങ്ങനെ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഹെൽത്തിന്റെ ഇഷ്യൂവും സത്യത്തിൽ ഈ മിറർ പോലെയാണ്. ഹെൽത്തിന്റെ വിഷയങ്ങൾ, തീർച്ചയായിട്ടും ഹെൽത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ഔട്ടർ വേൾഡ് നമുക്ക് അതിന്റെ വേണ്ട ചികിത്സകളും കാര്യങ്ങളും എല്ലാം ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനൊരു ഒറിജിനൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മൾ ശരീരത്തിനകത്ത് ഒരു വേദന ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോലെ തന്നെയാണ് ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന രോഗങ്ങളുടെ അവസ്ഥയ്ക്കും കാരണം ഒറിജിനൽ കോൺഷ്യസ്നെസ്സിലാണ് അതിന്റെ പ്രശ്നം വരുന്നത്, നമ്മൾ അകം ലോകത്ത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഉള്ളിനെ നമ്മൾ ഹീല് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും.
അതുപോലെ തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച ആ ഒരു വെൽത്തിന്റെ കാര്യവും. അതും നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ അകം ലോകത്ത് കോൺഷ്യസ്നെസ്സിനകത്ത് ഉണ്ടാകുന്ന കുറവുകളുടെ ആ നിഴലുകളുടെ റിഫ്ലക്ഷൻ ആയിട്ടാണ് പുറം ലോകത്ത് ഈ ഒരു സാമ്പത്തികമായ ബ്ലോക്കുകളും സാമ്പത്തികമായ കുറവുകളും ഉണ്ടാകും. നമ്മളെ സ്വയം ഒരു ബൾബിനോട് ഉപമിച്ചു കഴിഞ്ഞാൽ ആ ബൾബിൻ നമ്മുടെ കോൺഷ്യസ്നെസ്സിനാകുന്ന ബൾബിന്റെ പുറം ഭാഗത്തുള്ള എന്തൊക്കെയോ ചില കറുത്ത നെഗറ്റീവ് പാടുകൾ, എങ്ങനെയൊക്കെയോ പറ്റിപ്പോയ കുറെ നെഗറ്റീവ് പാടുകൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ പ്രകാശത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത വിധം മറച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജീവിതത്തിൽ പല പല കുറവുകൾ കാണുന്നത്. അത് സാമ്പത്തികമായ കുറവുകളും ഹെൽത്തിന്റെ കുറവും റിലേഷൻഷിപ്പിനകത്തുള്ള കുറവുകളും എല്ലാം ഇത് തന്നെയാണ്. സാമ്പത്തികമായ ബ്ലോക്കുകളും തടസ്സങ്ങളും ഉയരാതിരിക്കുന്നതിനും എല്ലാം പ്രധാന കാരണവും നമ്മുടെ ഇന്നർ വേൾഡിന്റെ ബ്ലോക്കിന്റെ ഭാഗം തന്നെയാണ്. അത് ഇത്തരം ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടും പലപ്പോഴും നമ്മുടെ കർമ്മ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ആ നെഗറ്റിവിറ്റി അവിടെ നിഴലുകൾ രൂപപ്പെടുന്നതിന് കാരണം. ഇപ്പൊ നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ യൂണിവേഴ്സൽ ലോസിനെ എല്ലാം കൃത്യമായിട്ട് പാലിച്ച് നമ്മൾ കൃത്യമായിട്ട് ലൈഫിനെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ പറയുന്നത് പോലെ ആ ഒരു യൂണിവേഴ്സൽ ലോസിന്റെ ഒരു കൃത്യമായ പാലനം മൂലം ഒരുപാട് ഹീലിംഗ് നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകളും കൃത്യമായ ഹീലിംഗ് ലഭിക്കും. നമ്മുടെ പ്രവൃത്തികളും നമുക്ക് ഹീലിംഗ് നൽകും. ആ പ്രവൃത്തികൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ തെളിച്ചവും വെളിച്ചവും തരുമെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് റിമൈൻഡർ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ആശയം നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. വീണ്ടും അത് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാരണം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ പബ്ലിക്കിന്റെ ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീണ്ടും വീണ്ടും നമ്മൾ ഔട്ടർ വേൾഡിൽ തന്നെ കിടന്ന് എന്താ പറയുക, കൈയും കാലും അടിക്കും. അത് ഒരു പരിഹാരം കാണാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിനെ ഹീൽ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഔട്ടർ വേൾഡിനെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളത് മനസ്സിലാക്കണം. ഇത് ഈസിയാണ്, വളരെ ഈസിയാണ്. അതിന്റെ ആദ്യം നമ്മൾ വേണ്ടത്, ഇതിന്റെ മൂല കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. എന്റെ ജീവിതത്തിനകത്ത് ഒരു പേഴ്സണലായിട്ട് ലൈഫിനകത്ത് ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പ്രകാശം ആ വിഷയത്തില് വെളിച്ചം കിട്ടാത്ത വിധം തടയപ്പെടുന്നു. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ, എന്റെ ഉള്ളിൽ, എന്റെ ഉപബോധ മനസ്സിൽ ഇവിടെ ഹീൽ ചെയ്യുകയും എന്റെ കർമ്മങ്ങളിൽ എന്തെങ്കിലും ദോഷം, ഞാൻ കർമ്മദോഷങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പശ്ചാത്തപിക്കുകയും വർഗീവ് ചെയ്യുകയും മറ്റുള്ളവരോട് എന്തെങ്കിലും വെറുപ്പ് വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മാറ്റുകയും എന്റെ ഉള്ളിനെ ഹീൽ ചെയ്ത് തെളിച്ചത്തോടു കൂടി എടുക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ ഇതൊക്കെ മാഞ്ഞു വരും. ഇത് ഈ ഒരു ഉള്ളിലെ കറുത്തപാടുകളുമായി, ആ ഉള്ളിലെ കറുത്തപാടുകളുമായപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ പ്രകാശം അവിടെ ലഭിച്ചുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലെ പല കുറവുകളും മാറും. അങ്ങനെയാണ് മനുഷ്യന്മാർ രക്ഷപ്പെടുന്നത്. അത് ഇതുവരെയും നമ്മുടെ ഈ മഹാഭൂരിപക്ഷം ലോകത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും രാജ്യങ്ങൾ തന്നെ യുദ്ധങ്ങൾ ചെയ്ത് നടന്ന ആളുകൾ തീവ്രമായിട്ട് ചിന്തിക്കുന്നത് എല്ലാം ഫോഴ്സിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. ഫോഴ്സ്, പവർ വേഴ്സസ് ഫോഴ്സിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അത് സ്വന്തം പവർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. പക്ഷെ മനുഷ്യൻ മെല്ലെ മാറി വരുന്നുണ്ട്. 100 വർഷം മുമ്പ് ചിന്തിക്കുന്ന മനുഷ്യരല്ല ഇപ്പോഴും. ക്രമേണ അടുത്ത തലമുറകളിലേക്ക് എത്തുമ്പോൾ ഇത് കൂടുതൽ അവരിലേക്ക് ആ വെളിച്ചം എത്തി മുന്നോട്ട് പോകും. യൂണിവേഴ്സ് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100 വർഷം മുമ്പ് മനുഷ്യന്മാർ ചിന്തിക്കുന്ന ശക്തമായ ഒരു മനസ്സൊന്നുമല്ല ഈ തലമുറയല്ല മനുഷ്യർ. എത്രയൊക്കെ പറഞ്ഞാൽ നല്ല ശാന്തമായ സമാധാനമുള്ള ഇതുപോലുള്ള അറിവുകളൊക്കെ നേടുവാൻ താല്പര്യമുള്ള ആളുകളാണ് വരുന്നത്. ഇനിയുള്ള വരും തലമുറകൾ അതിൽ കൂടുതൽ മെച്ചപ്പെടും. അവേക്കനിങ് ഓഫ് കോൺഷ്യസ്നെസ് ഈസ് ദ നെക്സ്റ്റ് എവല്യൂഷണറി സ്റ്റെപ്പ് ഫോർ മാൻകൈൻഡ് എന്ന് പറയും. അവേക്കനിങ് ഓഫ് ബോധത്തിന്റെ ആ ഒരു ഉണർവ്, ഒരു ഉയർച്ചയാണ് ഇനി അടുത്ത മാനവരാശിയുടെ ആ ഒരു എവല്യൂഷൻ. ഒരുവിധം എവല്യൂഷൻ ഉണ്ടല്ലോ, പരിണാമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ എവല്യൂഷനാണ്. അതായത് ബോധത്തിൽ ഇങ്ങനെ മനുഷ്യൻ ബോധതലം ഉയർന്നു പോവുക എന്നുള്ളതാണ് ഇനി അടുത്ത മാനവരാശിയുടെ എവല്യൂഷൻ എന്നാണ്.
അപ്പോൾ നമ്മളിപ്പോ ആ ഒരു പ്രോസസ്സിലാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡയമെൻഷനിലൂടെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണമെന്ന് പറയാൻ കാര്യം. താങ്ക് യു സോ മച്ച്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു എല്ലാവർക്കും, നന്ദി. താങ്ക് യു. നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് നമ്മൾ തേഴ്സ്ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ തേഴ്സ്ഡേ അല്ല, അടുത്ത തേഴ്സ്ഡേ. ഒരു വീക്ക് നമ്മൾ ബ്രേക്കാണ്. പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ എനിക്ക് കുറച്ച് അറ്റൻഷൻ വേണം. അതുകൊണ്ടാണ് ഈ ഒരു വോർട്ടെക്സ് ഇഗ്നൈറ്റിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഡിസംബർ 5. അപ്പൊ അവിടെ എനിക്ക് കുറച്ചൊരു ശ്രദ്ധ വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇനി വ്യാഴാഴ്ച നെക്സ്റ്റ് തേഴ്സ്ഡേ. ഓക്കെ, എല്ലാവർക്കും ഒരാഴ്ച, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഈ ഒരു സബ്ജക്ട് നന്നായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്നാണ് കരുതുന്നത്. അഭിജിത്ത് എന്ത് ചോദിക്കാൻ വേണ്ട? ഇതിനകത്ത് നിങ്ങൾ വോർട്ടെക്സ് ഇഗ്നൈറ്റിൽ എല്ലാവരും ജോയിൻ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ലാത്തവർ തീർച്ചയായിട്ടും മറ്റൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. നമുക്കിന്നും കുറച്ച് നേരത്തെ നിർത്തിയാലോ? നിങ്ങൾക്ക് ഈ സബ്ജക്ട് ഓക്കെ ആയില്ലേ? താങ്ക് യു. ഞാൻ കമന്റ്സ് ധാരാളം വന്നിട്ടുണ്ട്, ഞാൻ എല്ലാം നോക്കാൻ കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് വലിയ പ്രചോദനമാണ് എനിക്ക്. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറേ ഇപ്പം ഈ ബൾബിന്റെ കേസ് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളെ റിലേഷൻഷിപ്പ് നമുക്ക് നമ്മളുടെ തന്നെ പ്രോബ്ലംസ് കൊണ്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പില് ഇഷ്യൂസ് വരുന്നതെന്നുള്ളത്. പക്ഷെ ചില സമയങ്ങളില് നമ്മള് കുറച്ച് ആൾക്കാരുമായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പും എന്നാലും വേറെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് മോശമായിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ടാവുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് ഈ ഒരു ഇതില് പറയാൻ പറ്റും സാർ? പറയാൻ പറ്റുമെന്നുള്ളത് അത് സത്യത്തില് ആ മറ്റൊരു വ്യക്തിയുടെ അകംലോകത്തിനും ചെറിയൊരു റോളുണ്ട് അതിനകത്ത്. അതായത് ചില ആളുകള് നമ്മുടെ വൈബുമായിട്ട് കറക്റ്റ് മാച്ചാണ്, അതുകൊണ്ടാണ് അവരുമായിട്ട് നല്ല ബന്ധമുള്ളത്. പക്ഷെ നിലവിലുള്ള ആ ഒരു പ്രശ്നമുള്ള വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ വൈബ് പർട്ടിക്കുലർ ഏരിയയിൽ മാച്ചല്ലാത്തത് കൊണ്ടും ആ വ്യക്തികളുടെ വൈബും അകം ലോകവും നമ്മളുമായിട്ട് കറക്റ്റ് സിങ്ക് ആവാത്തത് കൊണ്ടുമാണ് ആ ഒരു വിഷയം വരുന്നത്. അതാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ഇതിന് എല്ലാത്തിനും ഒരു സിമ്പിൾ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പൂർണ്ണമായ സെൽഫ് ലവും സെൽഫ് എസ്റ്റീമും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആയി വരും എന്നുള്ളതാണ്. ഇതൊരു ആവറേജ് ലെവലിലാണ് അത് കിടക്കുന്നത്, അതുകൊണ്ടാണ് അത് വരുന്നത്. ഇതിന് അടിസ്ഥാനപരമായിട്ട് അവരുടെ ഒരു അകം ലോകവും കൂടി നമ്മുടെ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ വൈബിനെ നല്ല രീതിയിൽ ഉയർത്തിക്കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും ഉള്ള ബന്ധത്തിനകത്തുള്ള ആ ഒരു വിഷയങ്ങൾക്ക് റെക്ടിഫൈ ആയി കറക്റ്റായി വരും. അതിന് പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പേഴ്സണലി ഉള്ള ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യണം. അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ആർക്കും മറ്റുള്ളവരുടെ മുകളിൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂവിന്റെ പ്രശ്നം നമുക്ക് ചാരാൻ നമുക്ക് കഴിയില്ല. അത് ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുത്തിട്ട് എന്റെ ഉള്ളിലാണ് അവരുമായിട്ടുള്ള ഒരു വിഷയത്തിന് കാരണം. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ നമ്മളോട് മോശമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ഉള്ളിലുണ്ട് പെയിൻ. ആ പെയിന് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ ഹയർ വൈബിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനോട് നമുക്ക് ദേഷ്യമോ ഒന്നും നമുക്ക് തോന്നില്ല, ഒന്നിനോട് അസ്വസ്ഥത തോന്നില്ല. നമ്മൾ നല്ല പീസ് എല്ലാവരുമായിട്ട് സ്നേഹവും എല്ലാവരോടും സഹതാപം കാരുണ്യവും ഒക്കെ തോന്നുന്ന ഒരു മനോഭാവമായിരിക്കും. ഒരു വ്യക്തി മോശമായിട്ട് കഴിയുന്നത് വളരെ താഴ്ന്ന ബോധതലമുള്ളപ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മൾ അവരോട് സഹതാപത്തോടു കൂടിയാണ് അവരെ നമ്മൾ നോക്കിക്കാണാൻ, അവരോട് പെരുമാറാൻ. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി ഇൻസൾട്ട് ചെയ്യുന്ന അവരുടെ ഉള്ളിലെ കുഴപ്പമാണ്. അവരുടെ ഉള്ളിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളില് അവർക്ക് താഴ്ന്ന വൈബ് ആയതുകൊണ്ടാണ് നമ്മൾ സഹതാപത്തോട് നോക്കുക. അതേസമയം നമ്മുടെ വൈബിനെ ഉയർത്തിക്കൊണ്ട് അവരെ നമുക്ക് ഹീൽ ചെയ്യാനും പറ്റും. കേട്ടോ, നമ്മുടെ കൂടെയുള്ള ആളുകളെ. നമുക്ക് അതിനൊരു ഹീലിംഗ് പവറും ഉണ്ട്. നമ്മളോട് പറയുന്നതാണ് സ്ഥിരം. നമ്മുടെ വൈബ് ഉയരുമ്പോൾ നമ്മുടെ എനർജിക്ക് ഒരു ഫ്രീക്വൻസി ഉയരുന്നുണ്ട്. ആ ഫ്രീക്വൻസി ഉയരുന്ന അനുസരിച്ച് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഇന്റൻഷൻ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ഒരു തണുപ്പ് കിട്ടിക്കൊണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് അവർ രക്ഷപ്പെടും. അവരുടെ വൈബിനെ ഉയർത്താൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. ആ രീതിയിലാണ് ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ. താങ്ക് യു. ആ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസിന്റെ ആ ഒരു സീരീസ് നിങ്ങൾ കാണണം. ഞാൻ അതിന് ഒരു വീഡിയോ കൂടി ഉണ്ട്, അധികം ചെയ്യാം ലാസ്റ്റ് ഫൈനൽ. പക്ഷെ ആ ഒരു സീരീസിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ വൈബ് ഉയരുന്ന അനുസരിച്ച്
വൈബ് ഉയരുന്ന അനുസരിച്ച് ആ വൈബിന്റെ ഒരു എനർജി മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയെ കൗണ്ടർ ബാലൻസ് ചെയ്യും. അപ്പൊ അവരെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ മാത്രമല്ല അവരുടെ നെഗറ്റിവിറ്റി നമുക്ക് ഹീൽ ചെയ്യാനും പറ്റും. അതാണ് ഈ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ ഒരു ഗുണം ഒരു മനുഷ്യൻ. താങ്ക് യു. പറഞ്ഞോളൂ, പെട്ടെന്ന് പറയണം ജസീന. സാറേ ഒരു സെക്കൻഡ്. അതായത് നമ്മള് ഹീലിംഗ് നടക്കുമ്പോഴാണ് നമ്മുടെ വൈബ് ഉയരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആളുകൾ നമ്മുടെയിലേക്ക് വരും എന്ന് പറഞ്ഞ, അപ്പൊ നമ്മുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഇന്നർ ചൈൽഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ചൈൽഡ് മുതലോ? ഇന്നർ ചൈൽഡ് മുതലുള്ള ഓരോ പ്രോബ്ലംസ് നമ്മൾ ഓർത്തെടുത്ത് ഹീൽ ചെയ്യേണ്ടതുണ്ടോ? വേണ്ട, അങ്ങനെ ഓരോന്നും ഓർത്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ജനറലി അത് എങ്ങനെ അവിടെ വന്നു എന്നൊന്നും നമുക്ക് അറിയില്ല. ചിലപ്പോ പിൻതലമുറകളുടെയോ ഒക്കെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ സഞ്ചിതമായിട്ട്, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയുക, ഒരു ഓപ്പണിംഗ് ബാലൻസ്, അക്കൗണ്ടിങ്ങിൽ ഓപ്പണിംഗ് ബാലൻസ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാണും അവിടെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ. നമ്മളെ പിൻതലമുറ അല്ലെങ്കിൽ മുൻ ജന്മോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കുന്ന രീതിയിൽ അതും നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താണ് കാര്യം എന്നുള്ളത്. അപ്പൊ നമ്മൾ ജനറലി അങ്ങ് ഹീൽ ചെയ്താൽ മതി. ജനറലി ഹീൽ ചെയ്ത് പോയാൽ ഒന്നും എടുത്തു ഓർക്കാൻ നിൽക്കണ്ട. അങ്ങനെ അത് ചിലർക്ക് അത് അങ്ങനെ ഓർക്കുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നും വേണ്ട. നമ്മളെ ഉള്ളിൽ കുറെ കറുത്ത നിഴലുകൾ, എന്റെ ജീവിതത്തിലെ കുറവുകൾക്ക് നിഴലുകൾക്ക് കാരണം എന്റെ ഉള്ളിലെ ആ കോൺഷ്യസ്നെസ്സിലുള്ള കറുത്ത പാടുകൾ എങ്ങനെയോ വന്നുപോയി. അത് ഞാൻ ചെയ്ത പാപം കൊണ്ടാകാം, ചിലപ്പോൾ എന്റെ പൂർവികർ ചെയ്ത പാപം കൊണ്ടാകാം, ചിലപ്പോൾ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി തന്നെ, ഞാൻ ഹീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലും നമുക്ക് അതിനെ നേരിടാം, ഫേസ് ചെയ്തിട്ട് ഹീൽ ചെയ്തെടുക്കണം. ഹലോ, നമസ്കാരം സർ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഈ സാറിന്റെ കോഴ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അതായത് നമ്മള് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സാറിന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രചോദനം കിട്ടാറുണ്ട്. പക്ഷെ ഈ വൈബല്ല നമ്മുടെ ക്ലാസ്സുകളിലുള്ളത്. ക്ലാസ്സിൽ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ 10 ഇരട്ടി വൈബിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പൊ ഞാൻ കേട്ടു. അപ്പൊ കോഴ്സിൽ പങ്കെടുക്കാത്തവര് ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി ചോദ്യങ്ങൾ കേട്ടപ്പോ. എല്ലാവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സാറിന്റെ കോഴ്സിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ എന്താ പറയാ, ഒരു പ്രത്യേക ഏരിയ കണക്കാക്കിയിട്ട് സാറിന്റെ കോഴ്സിന് ചേർന്ന ആളാണ്. പക്ഷെ എനിക്ക് അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല എല്ലാ ഏരിയയിലും ഒരു ടോട്ടലായിട്ട് സാറ് പറഞ്ഞൊരു ഡൈവേർഷൻ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. സാറ് പറയുന്ന പ്രാക്ടീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. അത് ആദ്യമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു മടി, നമ്മുടെ ഉള്ളിലെ ആ വില്ലൻ ഇങ്ങനെ പുറത്തെടുക്കും, മടി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ നമ്മള് കരുതി കൂട്ടി സാറ് പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉറപ്പാണ്. നമ്മൾ റിലേഷൻഷിപ്പ് അല്ല, സാമ്പത്തികമല്ല, ഏത് ഏരിയ ആണ്. നമ്മളങ്ങനെ ഒരു ഏരിയ കണക്കാക്കിയിട്ട് കോഴ്സിന് ചേരണ്ട, മൊത്തത്തിൽ ശരിയാണ്. ഞാൻ കാര്യം. താങ്ക് യു സാർ. താങ്ക് യു ഷിജി, താങ്ക് യു സോ മച്ച്. ഞാനത് പറയാൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ അറിവുകൾ, ഇപ്പൊ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങുകൾ, നമ്മുടെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടോ ഉള്ള ഒരു അറിവുകൾ നേടുന്നത് ഒരിക്കലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചിന്താരീതികളിലും ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം ഉണ്ടാക്കുമെങ്കിലും നമ്മൾ അറിവല്ല ബോധം അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. ബോധമാണ് അനുഗ്രഹം, ബോധമാണ് ഡെവലപ്മെന്റ്. ബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ അകം ലോകത്തിന്റെ ആ ഒരു ബൾബിന്റെ ക്ലീനിങ്. ബൾബിന്റെ ക്ലീനിങ് ആണ് ബോധത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത്. ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉയർന്നുയർന്ന് ക്ലീനിങ് കൂടുതൽ നടക്കുന്നതനുസരിച്ച് നമുക്ക് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ്, ആ കോൺഷ്യസ്നെസിന്റെ ഉയർച്ച ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതൽ ഉള്ളിലെ ആ ഫിലമെന്റിന് ഉദാഹരണം നമ്മൾ ആ സോളിന്റെ ഒരു ഒറിജിനൽ പവർ ഉണ്ട്. ഈ യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പവറാണ് ആ സോളിലുള്ളത്. ആ ഒരു സോളിന്റെ ആ പവർ നമുക്ക് അല്പം പുറത്തെടുത്താൽ മതി. നമ്മുടെ ലൈഫിൽ നിങ്ങളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണും. അത്രമാത്രം അത് ആ രീതിയിലുള്ളത് മനസ്സിലാക്കാനാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും എന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് എങ്ങനെ പരിഹാരങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്ലാൻ ചെയ്യാം, ആ പ്രശ്നത്തിന് ഈ രീതിയിൽ പ്ലാൻ ചെയ്യാം, ഒരിക്കലും ഞാനത് എനിക്ക് കഴിയില്ല. അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുന്ന ഏരിയ അല്ല. ഞാൻ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ആ ഡയമെൻഷനിലാണ് എന്റെ ക്ലാസ്സും
എന്റെ കോഴ്സും ആയാലും എന്റെ സബ്ജക്റ്റും എല്ലാം പോകുന്നത്. എനിക്ക് അല്ല ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാമ്പത്തികമായ അച്ചടക്കത്തോടു കൂടി നിങ്ങൾക്ക് സാമ്പത്തിക ഡെവലപ്മെന്റ് ഉണ്ടാക്കാം, നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഏത് രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതല്ല എന്റെ കോഴ്സിന്റെ രീതി, എന്റെ പഠന രീതി. ഞാൻ പഠിപ്പിക്കുന്നത് എന്റെ അകം ലോകത്തിൽ എങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് പുറം ലോകത്ത് മാറ്റം വരുത്താം. ആ ഡയമെൻഷനിൽ ചിന്തിക്കേണ്ട സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അടുത്തൊരു 50-100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറും. ജനറൽ പബ്ലിക്കിന്, പൊതുജനം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഔട്ടർ വേൾഡിൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില വർക്കുകൾ, പക്ഷെ അതല്ല രീതി എന്ന് എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പറയുന്നതുകൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് രീതി. ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് കൊണ്ട് ആണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഒരുപാട് ഇവിടെ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. അതെനിക്ക് ഞാൻ കുറച്ച് പ്രൈവസി ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഒരുപക്ഷെ ഞാൻ എന്റെ ക്ലാസ്സുകളിലേക്ക് പറയുന്നതാണ്, ഒരുപക്ഷെ നിങ്ങളുടെ ഓരോരുത്തരേക്കാളും വളരെയധികം ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ഞാൻ എങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് വന്നത് തന്നെ ഈ സബ്ജക്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ട്രോമാസിൽ നിന്ന് കരകയറാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ചു. അതേ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുസ്തകമൊക്കെ അന്വേഷിച്ച് നടന്ന എക്സാമ്പിളൊക്കെ ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് അതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ ഒരു കരകയറി ഇപ്പം ഇത്രയോ വലിയ ആളുകളെ ഞാൻ 29 ബാച്ചായി ഞാൻ വോട്ടെക്സ് 29 ബാച്ചിലൂടെ എത്രയോ വലിയ ആളുകളാണെന്ന് അറിയാമോ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ക്ലാസ് കിട്ടിയിരുന്നിട്ടുള്ളത്. അത്രയും വലിയ ആളുകളെ ക്ലാസ് എടുക്കാൻ തക്ക വിധം പര്യാപ്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ അകം ലോകത്തിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടാണ്. എനിക്കൊരിക്കലും പുറം ലോകത്ത് ഞാനൊരു ഔട്ടർ വേൾഡിൽ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ഓരോ പ്ലാനിങ് പദ്ധതിയായിട്ട് നടന്നിട്ടെന്ന് എനിക്കത് ആ രീതിയിലല്ല അത് ഡെവലപ്പ് ചെയ്യാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ അകത്ത് എനിക്ക് എപ്പോഴും മാറ്റിയപ്പോൾ എന്റെ ദുർബലതകളും എനിക്കുണ്ട് ട്രോമാസിനെ എല്ലാം ഹീൽ ചെയ്തുകൊണ്ട് കരുത്തുറ്റ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റും. ആ ലെവലാണ് ഞാൻ എന്റെ ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കുന്നത്. അത് എന്റെ സ്റ്റുഡൻസിന് മനസ്സിലാവും. അവരുടെ ധാരാളമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ എനിക്കറിയാം. അവരിപ്പം പറയുന്നതാണ്, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അധികം എടുത്ത് ഉപയോഗിക്കാത്തതാണ്. ഞാൻ ഷെയർ ചെയ്യാൻ യൂട്യൂബിലൂടെ ഞാൻ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. താങ്ക് യു സോ മച്ച് ഷിജി, താങ്ക് യു സോ മച്ച്. ഷബിന പറയാം, ഷബിന എന്റെ സ്റ്റുഡന്റ് ആണ് ബാച്ച്. താങ്ക് യു സോ മച്ച്. ഹായ് സാർ, ഹായ് ഓൾ. ഞാൻ 29th ബാച്ചിലുള്ള ആളാണ്. ഞാൻ ശരിക്കും ഇതേപോലെ സാറിന്റെ ലൈവ് ക്ലാസ്സുകൾ കണ്ട് വരുമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഒരുപാട് അറിവുകൾ കിട്ടും. ആ ക്ലാസ് കാണുമ്പോൾ എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഏറ്റവും നല്ല വെളിച്ചം കാണണം, മനസമാധാനം ഉണ്ടാവണം എന്നുള്ള ഒരു മെയിൻ റീസൺ വഴി തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതിന്റെ കാരണങ്ങൾ പലരുടെയും ജീവിതത്തിൽ പലതാവാം. പക്ഷെ അതിൽ ഏത് കാരണമായാലും അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതെനിക്ക് ഒരു 15 days കൊണ്ട് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2-3 days കൊണ്ട് തന്നെ, ആദ്യം ഞാൻ ഇതിൽ കയറുമ്പോൾ ഒരുപാട് ഡൗട്ട്സും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ മൈൻഡിലായിട്ടാണ് കയറുന്നത്. പക്ഷെ ഞാൻ പിന്നെ ഒരുപാട് തവണ സാറിന്റെ വീഡിയോ മാത്രം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ കയറാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി എന്തായാലും ജോയിൻ ചെയ്യാം എന്ന് കരുതി. അല്ലാണ്ട് ഇതിന് തന്നെ എനിക്ക് ഉറപ്പായിട്ട് ഒരു പരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും അല്ല. പ്രതീക്ഷയുണ്ടെങ്കിലും ഉറച്ച വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കയറി ഒരു 2-3 days കഴിഞ്ഞപ്പോൾ തന്നെ സാറ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് സാറ് നമുക്ക് തരുന്ന ഗൈഡൻസ് അതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷൻ ആണ്. എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത്രയും നല്ല ചുരുക്കി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ സാറ് ഇതാക്കി തരും. ആ ക്ലാസ്സിലൂടെ ഇതാക്കി തരും. അപ്പം എനിക്ക് തന്നെ കൊടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് എനിക്ക് ഈ ക്ലാസ് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ വോട്ടക്സിലേക്ക് എത്തണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഷബിന, താങ്ക് യു സോ മച്ച്. വലിയ സന്തോഷം. അതാണ് അവരെ വന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങള് വോട്ടക്സ് ഫാമിലിയിലേക്ക് കൂടി ജോയിൻ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു ഫാമിലി തന്നെയാണ്. എന്നാലും വോട്ടക്സ് എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിലേക്ക് കൂടി ജോയിൻ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വോട്ടക്സ് ഇഗ്നൈറ്റ്. അപ്പോൾ വോട്ടക്സ് ഇഗ്നൈറ്റ് നമ്മൾ റെഗുലറായിട്ട് ചിലപ്പോൾ നടത്തിയെന്ന് വരില്ല. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്, കാരണം അത് വോട്ടക്സ് മെയിൻ ബാച്ചാണ്. പക്ഷെ അതിനകത്തേക്ക് എത്താനും വോട്ടക്സ് മെയിനിൽ കുറച്ച് ഫീസ് അധികമാണെന്നുള്ളൊരു പൊതുവെ അത് നിങ്ങൾക്ക് ക്രമേണ ആ ഒരു ധാരണ മാറും കോഴ്സിൽ വരുമ്പോൾ. പക്ഷേ എന്നാലും അതിലെത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലേക്ക് വോട്ടക്സ് ഇഗ്നൈറ്റ് എടുക്കാം. വോട്ടക്സ് ഇഗ്നൈറ്റ് തീർച്ചയായിട്ടും
നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റം തരുന്ന പ്രാക്ടീസുകൾ തന്നെയാണ്, സിമ്പിൾ പ്രാക്ടീസുകൾ തന്നെയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിന് നമ്മൾ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയും വേഗം ഈ ഒരു അവസരം എടുക്കുക. അത് ചിലപ്പോൾ അത് നമ്മൾ എല്ലാ മാസവും ഒന്നും കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അത് ഡിമാൻഡിനനുസരിച്ചാണ് വോട്ടേഴ്സ് ഇഗ്നൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രദീപും കൂടിയാണ് അതിന്റെ തീരുമാനം എടുക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമുക്ക് 30 താങ്ക് യു സോ മച്ച് ഷബിനാഷി ജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരു വീക്കിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. Thank you, sir. 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 Thank you so much, sir. Thank you.